Right now and press the bell icon. Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി വേണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതൊരു ചപ്പാത്തി മാവിന്റെ പരുവാണ് വേണ്ടത്. ഇതിപ്പോ ഇവിടെ ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിന്റെ മസാല തയ്യാറാക്കി എടുക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കണം. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ചേർത്തെടുക്കാം. ഞാൻ ഇതിലേക്ക് കറിവേപ്പിലും ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ് ചേർത്തെടുക്കാം. ഇനി ഇതിന്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതിന്റെ പച്ചമണെല്ലാം പൊയ്ക്കണ. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ടാക്കിയ എഗ്ഗ് വേണം. അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഞാനിപ്പോ കുറച്ച് മീറ്റും ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് മല്ലിയില ചേർത്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. ഇപ്പൊ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഈ വലുപ്പത്തിലുള്ള ഒരു ബോളാണ് വേണ്ടത്. ഇനി നമുക്കിത് പെരത്തിയെടുക്കണം. ജസ്റ്റ് ഒന്ന് പെരത്തിയാൽ മതി. ഇത്രയും മതി. ഈ ഒരു തിക്നെസ് ആണ് എനിക്ക് ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഫില്ലിംഗ് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇങ്ങനെ ബോൾ മാതിരി ആക്കിയെടുക്കാം. ഇനി കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റീമർ ചൂടാക്കാൻ വെക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് വച്ചെടുക്കാം. ഇപ്പൊ ഞാനിവിടെ വച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് സ്റ്റീം ആവണം. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. എല്ലാത്തും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി ഓരോന്ന് ഇതിലേക്ക് വച്ചെടുക്കാം. ഇതങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇത് കുറച്ച് റോസ്റ്റ് ആക്കി എടുക്കണേ നല്ല ടേസ്റ്റ് ആണ്. ഇനി തിരിച്ചും മറിച്ചിട്ടിട്ട് കുറച്ച് മുറിച്ചിട്ടെടുക്കാം. രണ്ട് സൈഡും നല്ല മുറിച്ചെടുക്കണം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാന്. കറികളൊന്നും വേണ്ട. കാലി ചായന്റെ ഒപ്പം കഴിക്കാം. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.